ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമില്ലേ എല്ലാവർക്കും? അങ്ങനെ ഞങ്ങൾ ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവിടെ നിന്നൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വീഡിയോസൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് എടുക്കാം, പിന്നെ ഞാനിതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം, അങ്ങനെ നിങ്ങൾക്ക് വല വലിക്കുന്നതും ഒക്കെ നിങ്ങൾക്കും കൂടി ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ട് അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങളൊന്ന് ഡൗട്ട് അടിച്ച് നിന്നിനെ, കാരണം അന്നേരം ആരും അങ്ങോട്ട് പോകുന്നൊന്നുമില്ലേനും, നമ്മൾ മാത്രമേ ഉള്ളേനും. പിന്നെ വിചാരിച്ചു ഇതൊക്കെയല്ലേ ഒരു രസം, ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അങ്ങ് എൻജോയ് ചെയ്യണ്ടേ. അങ്ങനെ അച്ഛനും മോനും തകൃതിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. മൊത്തം ആക്ടിങ് ആന്നേ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. പണിയൊക്കെ എടുക്കുന്നത് ആ ചേട്ടന്മാരാട്ടോ. അങ്ങനെ എന്തെങ്കിലും തടഞ്ഞോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ നോക്കാമല്ലോ, വല്ല മീനൊക്കെ കിട്ടിയാണെങ്കിൽ അതും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ചാടിത്തുള്ളി അങ്ങോട്ട് പോകുമ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഇങ്ങോട്ട് വരല്ലേ, അപകടമാണെന്ന്, ഈ പലകളൊക്കെ ഇളകുന്നുണ്ട്, വീഴുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പാട് ഞാൻ എല്ലാം ബാക്കോട്ട് പോയിട്ടുണ്ടേ. ഇനി എനിക്ക് പറയാനുള്ളത്, ഇവർക്കിപ്പം വർക്കിംഗ് ടൈമൊന്നുമല്ല. ഈ സമയത്ത് ഇവർക്ക് മീനിന് വല വിരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മീനും കിട്ടില്ല. പക്ഷേ അവർ ആ സമയം കൂടി അധ്വാനിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കറിയുന്നൊരു പണി അവർ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് അവരതിൽ നിന്ന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കുന്നു. കാര്യം നമ്മളിതൊക്കെ കണ്ടിറങ്ങി ആ പറഞ്ഞൊരു പേയ്മെൻറ്റും കൊടുത്തിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നേ. അധികം വിദേശീയരാന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കേട്ടവിടെ നിന്നേ. അവിടെ അധികം ഉണ്ടായിരുന്നത് ഫോറിനേഴ്സായിരുന്നേ. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് അവരുടെ തന്നെ ലാംഗ്വേജിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. എത്ര ലാംഗ്വേജിലല്ലേ സംസാരിക്കുന്നത്? ശരിക്കും പറയാൻ ഞാൻ കണ്ണും തള്ളി നോക്കി നിന്ന് പോയിട്ടുണ്ട്. കാരണം നമ്മളിത് തട്ടിയും മുട്ടിയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞൊപ്പിക്കുന്നത്. ഇവർ അടിപൊളിയായിട്ട് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സൂപ്പറാണ്. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ.